DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 10 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ദിവസങ്ങൾ നീണ്ട കുതിപ്പിന് ശേഷം സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പവന് 280 രൂപയാണ് കുറഞ്ഞത്. 1,11,440 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് ആനുപാതികമായി 35 രൂപയാണ് കുറഞ്ഞത്. 13,930 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില. 5 ദിവസത്തിനിടെ 6,000-ൽ പരം രൂപ വർദ്ധിച്ച് 7 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ കഴിഞ്ഞ ദിവസം സ്വർണ്ണവില എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ ഇടിവ്. അടുത്ത അറിയിപ്പ്, +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിഷയമാറ്റത്തിന് അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് തിങ്കളാഴ്ച പകൽ 11 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 വരെ പ്രവേശനം നേടാം. രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒഴിവുകളാണ് അലോട്ട്മെൻറ്റിന് പരിഗണിച്ചത്. നിലവിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സ്കൂൾ വിഷയമാറ്റത്തിന് ശേഷമുള്ള ഒഴിവുകൾ സ്പോട്ട് അഡ്മിഷനായി 13-ന് പ്രസിദ്ധീകരിക്കും. അടുത്തറിയിപ്പ്, വൈദ്യുതി കുടിശ്ശികയുള്ള ഉപഭോക്താക്കൾക്കായി വൻ ഇളവുകളോടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് KSEB. 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കുടിശ്ശികകൾക്ക് ഒക്ടോബർ 31 വരെ ഈ ഇളവ് ലഭ്യമാണ്. പഴക്കത്തിനനുസരിച്ച് പലിശ നിരക്കിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ടെന്നും അസൽ തുകയും കുറച്ച പലിശയും ഒറ്റത്തവണയായി അടക്കുന്നവർക്ക് അസൽ തുകയിൽ 5% അധിക ഇളവ് ലഭിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അടുത്തറിയിപ്പ്, മഴക്കെടുതിയിൽ പൂർണ്ണ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്കുള്ള നഷ്ടപരിഹാരം 4-ൽ നിന്ന് 6 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 10-ൽ നിന്ന് 12 ലക്ഷമാക്കി. അതോടൊപ്പം വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും 10,000 രൂപ ലഭിക്കും. ഇതിനായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ തുക ഇവർക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ക്യാമ്പുകളിലേക്ക് മാറാത്തവർക്കും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുക അനുവദിക്കുന്നതാണ്. വീടിന് കേടുപാട് സംഭവിച്ചതിനാൽ അവിടെ താമസിക്കാൻ കഴിയാത്തവർക്ക് മറ്റൊരു വീട്ടിൽ താമസിക്കുവാനുള്ള പ്രതിമാസ വാടക സർക്കാർ നൽകുന്നതാണ്. വീടിൻ്റെ കേടുപാട് പരിഹരിക്കും വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക. മഴക്കെടുതി മൂലം നാശനഷ്ടമൊക്കെ ഉണ്ടായവർക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അടുത്തറിയിപ്പ്, കിടപ്പ് രോഗികൾ, തീവ്ര ഭിന്നശേഷിക്കാർ എന്നിവരെ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. സാമ്പത്തിക അഴിമതി തടയുന്നതിനും തുക സമയബന്ധിതമായി അർഹരിലെത്തിക്കുന്നതിനുമാണ് ഈ നടപടി. ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പെൻഷൻ വിതരണം ഉടനടി നിർബന്ധമാക്കില്ല. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അത് ഓപ്പൺ ചെയ്യുന്നതിനായി സർക്കാർ ആവശ്യത്തിന് സമയവും സാവകാശവും നൽകും. വരാനിരിക്കുന്ന ഓണക്കാലത്തും തുടർമാസങ്ങളിലും സാധാരണ രീതിയിൽ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും. നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വാങ്ങുന്നവർ ഇതിനായി പുതിയ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കേണ്ടതില്ല. തുക കൈപ്പറ്റുന്നവർ മാത്രം സർക്കാരിൽ നിന്ന് ഇതിനായുള്ള ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ച ശേഷം ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചാൽ മതിയാകും. ഓണപ്പെൻഷനായ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സാധാരണഗതിയിൽ തന്നെയായിരിക്കും നടക്കുക. അതായത് 26 ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലും ബാക്കിയുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ടും വീടുകളിൽ എത്തും. സെപ്റ്റംബർ 30 വരെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് നടക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും ഈയൊരു മാറ്റം പ്രാബല്യത്തിൽ വരിക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.